ഞാൻ ഇഷാൻ പെരളശ്ശേരി KG സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. EMSന്റെ ആത്മകഥ എന്ന പേരിൽ തന്നെ പ്രസിദ്ധീകരിച്ച ഒരു വിപ്ലവ പുസ്തകം. കേരള ഭരണ ചരിത്രത്തിലെയും കേരള രാഷ്ട്രീയ ചരിത്രത്തിലെയും ഏറ്റവും സുപ്രധാനമായ ഏടാണ് ഏലംകുളം മനയിൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന EMSന്റേത്. ഒരു യാഥാസ്ഥിതിക നമ്പൂതിരി ബാലനിൽ നിന്നും ഒരു ഉറച്ച പച്ചയായ കമ്മ്യൂണിസ്റ്റിലേക്കുള്ള വളർച്ചയാണ് EMS ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ചിന്തകളും ആശയങ്ങളും വ്യത്യസ്തമായ ഒരു മാർഗത്തിലൂടെ അവതരിപ്പിക്കുന്നതിലൂടെ ഒരു കാലഘട്ടത്തിൻ്റെയും ഒരു നാടിൻ്റെയും ആകെ ചരിത്രമായി മാറുകയാണ് ആ പുസ്തകം എഴുതപ്പെടുന്ന കാലഘട്ടത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയുടെ സുതാര്യവും സുദൃഢവുമായ ഒരു കാഴ്ചപ്പാടിലൂടെ അന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടിനെ നിരൂപണം ചെയ്യുകയോ വിശകലനം ചെയ്യുകയോ ചെയ്യുന്നതിനോടാണ് ഈ പുസ്തകത്തിന് കൂടുതൽ സാമ്യം. ഒരു യാഥാസ്ഥിതിക ബാലനിൽ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റിലേക്കുള്ള ഒരു മനുഷ്യന്റെ വളർച്ചയെ ആദ്യ ഭാഗം നമുക്ക് കാണിച്ചു തരുന്നു. പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് ഒരു നമ്പൂതിരി ബാലൻ അനുഷ്ഠിക്കുന്ന കുറെ ചിട്ടകളെയും നിയമങ്ങളെയും സംഭവങ്ങളെയും കൃത്യമായി പറഞ്ഞു തരുന്നു. ഒരു സമൂഹം ഒരു മനുഷ്യനിൽ അടിച്ചേൽപ്പിക്കുന്ന വ്യത്യസ്തമായ ജാതി ആചാരങ്ങളെ, സാമുദായിക ആചാരങ്ങളെ പുസ്തകം കാണിച്ചു തരുന്നു. പിന്നീട് അങ്ങോട്ട് വിദ്യാഭ്യാസം ഒരു മനുഷ്യനിൽ വരുത്തുന്ന വ്യത്യാസവും അത് വളർത്തുന്ന യുക്തിപരമായ ചിന്താഗതിയെയും അത് കമ്മ്യൂണിസത്തിലേക്ക് വഴിമാറുന്നതുമാണ് EMS കാണിച്ചു തരുന്നത്. 1938 വരെയുള്ള EMSന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചിന്താഗതിയെയും ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും ജീവിതത്തെയുമാണ് ഈ പുസ്തകം കൈകാര്യം ചെയ്യുന്നത്. ഈ പുസ്തകത്തെ ഒരുപക്ഷെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആകെ ചരിത്രമായി നമുക്ക് പറയാനാവും. അത്രത്തോളം കൃത്യതയാർന്നതാണ് ഇത്. ഈ പുസ്തകത്തിൽ ഒരു പരിധിയോളം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വ്യത്യസ്തമായ ഒരു വീക്ഷണത്തെ നമുക്ക് കാണിച്ചു തരുന്നു. ഈ പുസ്തകം പറയുന്നത് പ്രകാരം EMS എന്ന രാഷ്ട്രീയ പ്രവർത്തകനിൽ നിന്ന് വ്യത്യസ്തമായി EMS എന്ന എഴുത്തുകാരനെ, നിരൂപകനെ, ലേഖകനെ നമുക്ക് പുസ്തകം കാണിച്ചു തരുന്നു. പുസ്തകത്തിന്റെ രചനയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് വ്യത്യസ്തവും വിപ്ലവപരവുമാണ്. എന്തെന്നാൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിന്റെ, കേരളം രൂപീകൃതമാകുന്നതിന് മുമ്പുള്ള കേരള രാഷ്ട്രീയ ചരിത്രത്തെ ഓരോ അണുവിടെയും വിട്ടുമാറാത്ത വിധത്തിൽ കൃത്യമായി സുദൃഢമായാണ് EMS അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനായി EMS രൂപീകരിച്ചിട്ടുള്ള വ്യത്യസ്തമായ മാർഗം എന്ന് പറയുന്നത് ആത്മകഥയെ തന്നെ വളരെ ലളിതവും ചുരുങ്ങിയതുമായ ഒട്ടേറെ അധ്യായങ്ങളായി മാറ്റുകയും ഓരോ അധ്യായവും ഓരോ വിഷയത്തെ തന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഭവം ഈ തുടർച്ചയായ വർഷങ്ങളുടെ ക്രമത്തിൽ നമുക്ക് ഈ എഴുത്തിനെ മാറ്റാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ പ്രവർത്തന കാലഘട്ടം, ബാല്യം എന്ന് 2 തരത്തിൽ മാത്രം നമുക്കിതിനെ ചിത്രീകരിക്കാമെങ്കിലും തുടർച്ചയായ വർഷങ്ങളുടെ എണ്ണക്രമത്തിനനുസരിച്ച് നമുക്കിതിനെ ചിത്രീകരിക്കാനാവില്ല. ഓരോ സംഭവങ്ങളെയും മറ്റൊന്നുമായി ബന്ധിപ്പിച്ചാണ് ഇത് മുന്നോട്ട് പോകുന്നത്. EMSന്റെ രാഷ്ട്രീയ ആശയങ്ങളെ ഒരു റിപ്പോർട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചതായാണ് EMS ഈ പുസ്തകത്തിൽ പറയുന്നത്. ആത്മകഥ എന്നാണ് പേരെങ്കിലും ഇതിൽ ആത്മം കുറവാണ് എന്നാണ് EMS തന്നെ ഈ പുസ്തകത്തിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ റിപ്പോർട്ടിനോടാണ് ഈ പുസ്തകത്തിന് കൂടുതൽ സാമ്യം എന്നാണ് അദ്ദേഹം വിലയിരുത്തിയിട്ടുള്ളത്. വളരെ വ്യത്യസ്തവും ലളിതവും ഏതൊരാൾക്കും വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നതുമായ ഭാഷയിൽ വളരെ ലളിതമായി EMS ഒരു നാടിന്റെ ചരിത്രത്തെ എഴുതി വച്ചിരിക്കുന്നു.